നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്ത്രീയുടെ ആരോഗ്യമാണ് കുടുംബത്തിൻ്റെ ആരോഗ്യമെന്നും അതോടൊപ്പം സമൂഹവും ആരോഗ്യമുള്ളതാവുമെന്ന് PV അബ്ദുൽ വഹാബ് MP. സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന വിഷൻ 2031 ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന സെമിനാർ ഒക്ടോബർ 12-13 തീയതികളിൽ മലപ്പുറത്ത് നടക്കും. മന്ത്രി V അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ സെമിനാർ സംഘാടക സമിതി രൂപീകരണ യോഗം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. തെക്കുമുറി പ്രദേശത്തെ റോഡുകളുടെ അനാസ്ഥയ്ക്കെതിരെ തെക്കുമുറിയിൽ LDFന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ സംബന്ധിച്ചു. കോഴിക്കോട് വിമാനത്താവളത്തിന്റെ റൺവേ വികസനം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പുതിയ കാർ പാർക്കിംഗ് സംവിധാനവും പുറത്ത് ശുചിമുറി സംവിധാനങ്ങളും നടപ്പാക്കുമെന്നും എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് പറഞ്ഞു. ഉണ്യാലിലും ചുങ്കത്തിലും NH-A1 അശാസ്ത്രീയ നിർമ്മാണത്തിന് പരിഹാരം കാണുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. നിയമസഭയിൽ വീണ്ടും കുറുക്കോളി മൊയ്തീൻ MLA ഉന്നയിച്ചപ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കൂട്ടായി മംഗലം പാലം അപകടാവസ്ഥയിലായി. യാത്ര ഭാഗികമായി നിരോധിച്ചിട്ട് മാസങ്ങളായെങ്കിലും യാതൊരു പരിഹാരമാർഗവും കാണാതെ KT ജലീൽ MLA നിരുത്തരവാദ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാരോപിച്ച് പ്രതിഷേധവുമായി മംഗലം പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. സ്ത്രീയുടെ ആരോഗ്യമാണ് കുടുംബത്തിൻ്റെ ആരോഗ്യമെന്നും അതോടൊപ്പം സമൂഹവും ആരോഗ്യമുള്ളതാവുമെന്ന് PV അബ്ദുൽ വഹാബ് MP. ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളം മലപ്പുറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകൾ ശക്തമായ സമൂഹം ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2023 ജനകീയ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന സ്ത്രീ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സ്ത്രീ ക്ലിനിക്കുകളുടെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ 16 മുതൽ 2026 മാർച്ച് 8 വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. സ്ത്രീകളിലെ വിളർച്ച, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്ക് ആവശ്യമായ പരിചരണം നൽകുന്ന സ്ത്രീ ക്ലിനിക്കുകൾ പൊതുവായ ശാരീരിക പരിശോധന, ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ഓറൽ, ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിംഗ്, GRBS പരിശോധന എന്നിവ നടക്കുന്ന അയൽക്കൂട്ട സ്ക്രീനിംഗ് ക്യാമ്പയിനുകൾ, വിദഗ്ധ പരിശോധനാ സേവനങ്ങൾ, ആശമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ എന്നിവരിലൂടെ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക പ്രതിജ്ഞ ചൊല്ലുകയും സമഗ്ര പ്രസവാനന്തര പരിരക്ഷാ പദ്ധതിയായ സ്വസ്തിയുടെ പ്രകാശനം നിർവഹിക്കുകയും ചെയ്തു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ TN അനൂപ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ NN പമീലെ, നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയപ്രകാശ്, നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ B സുരേഷ് കുമാർ, CDPO PC റജീന, ആർദ്രം മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ KK പ്രവീണ, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ KP സാദിഖ് അലി, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ വിൻസെന്റ് സെറിൻ, ആരോഗ്യ കേരളം BCC കൺസൾട്ടന്റ് PR ദിവ്യ, നിലമ്പൂർ ആശുപത്രി ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വെട്ടന്യൂസ് മലപ്പുറം. കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന വിഷൻ 2031 ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന സെമിനാർ ഒക്ടോബർ 12-13 തീയതികളിൽ മലപ്പുറത്ത് നടക്കും. സെമിനാർ സംഘാടക സമിതി രൂപീകരണ യോഗം കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കായികരംഗത്ത് കേരളം ഇതുവരെ നേടിയ വളർച്ച വിലയിരുത്തിക്കൊണ്ട് ഭാവി വികസന പാതയെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് സെമിനാറിന്റെ ലക്ഷ്യം. മന്ത്രി V അബ്ദുറഹ്മാനാണ് സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി. രക്ഷാധികാരികളായി ജില്ലയിലെ MP-മാർ, MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, മലപ്പുറം നഗരസഭ ചെയർമാൻ എന്നിവരെ തെരഞ്ഞെടുത്തു. P ഉബൈദുള്ള MLA ചെയർമാനും ADM NM മെഹ്റലി കൺവീനറുമാണ്. യോഗത്തിൽ P ഉബൈദുള്ള MLA, ജില്ലാ കളക്ടർ VR വിനോദ്, ADM
അംഗം NM മെഹ്റലി, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലി, വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം C സുരേഷ് എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് മലപ്പുറം. തെക്കുമുറി പ്രദേശത്തെ റോഡുകളുടെ അനാസ്ഥയ്ക്കെതിരെ തെക്കുമുറിയിൽ LDFന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ സംബന്ധിച്ചു. ധർണാ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയെയും പാലക്കാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന പ്രശ്നം എല്ലാവരും വിരൽ ചൂണ്ടുന്നത് തിരൂർ നഗരസഭയുടെ പിടിപ്പുകേടിനെയാണ്. വി നന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ സരോജാദേവി, T ബാലകൃഷ്ണൻ, CPI തിരൂർ ലോക്കൽ സെക്രട്ടറി രജീഷ് കാടായിൽ എന്നിവർ സംസാരിച്ചു. ഹസ്സൻ ചക്കുങ്ങൽ, ഉണ്ണി, P ഹരീഷ് കുമാർ, പ്രസീജ, ഉഷ PV എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് തിരൂർ. കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേ വികസനം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പുതിയ കാർ പാർക്കിംഗ് സംവിധാനവും പുറത്ത് ശുചിമുറി സംവിധാനങ്ങളും നടപ്പാക്കുമെന്നും എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് പറഞ്ഞു. കോഴിക്കോട് എയർപോർട്ട് ഡയറക്ടറായി ചുമതലയേറ്റ മുനീർ മാടമ്പാട്ടിന് തിരൂർ പൗരാവലി നൽകിയ ആദരവ് ചടങ്ങിൽ നന്ദി പറഞ്ഞു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് എയർപോർട്ട് ഡയറക്ടറായി ചുമതലയേറ്റ മുനീർ മാടമ്പാട്ടിന് തിരൂർ പൗരാവലി ആദരവ് നൽകി. തിരൂർ തുഞ്ചൻപറമ്പിൽ നടന്ന ചടങ്ങ് ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വിമാനത്താവളത്തെക്കുറിച്ച് പറയേണ്ടതുണ്ടെന്ന്. തേങ്ങയെക്കുറിച്ച് പറയുമ്പോൾ തെങ്ങിനെ കുറിച്ച് പറയുന്നത് സ്വാഭാവികമാണ്. എന്ന പോലെ ഡയറക്ടറെ കുറിച്ച് നൽകുന്ന ഒരു സ്വീകരണത്തിൽ വിമാനത്താവളത്തെക്കുറിച്ച് പറയാതെ പോകുന്നതാണ് അനൗചിത്യം. മാത്രമല്ല, കാലിക്കറ്റ് എയർപോർട്ട് ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഒരുപാട് പുരോഗതി ആർജിച്ചിട്ടുണ്ട്. എന്നാലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിനൊക്കെ തരണം ചെയ്യുന്നു. അതിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള വലിയൊരു ചാരിതാർത്ഥ്യം, ഞാൻ മലപ്പുറത്ത് നിന്ന് MP ആയിരുന്ന കാലത്തായിരിക്കണം ഒരു പക്ഷേ ഈ വിമാനത്താവളത്തിലെ ഏറ്റവും കഷ്ടകാലം ഞാൻ അവിടെ MP ആയി വന്നപ്പോഴാണ്. പക്ഷെ അത് പരിഹരിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ MP ചുമതല ഞാൻ അവസാനിപ്പിക്കുന്നത് മലപ്പുറത്തെ. കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷനായി. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, അഡ്വക്കേറ്റ് ഗഫൂർ P ലിലീസ്, പാറപ്പുറത്ത് ബാവ ഹാജി, KR ബാലൻ, യാസർ പൊട്ടച്ചോല, N അനിൽകുമാർ, അഡ്വക്കേറ്റ് ദിനേശ് പൂക്കയിൽ, PA ബാവ, PP അബ്ദുറഹ്മാൻ, PK രതീഷ്, മുജീബ് താനാളൂർ, ഫിറോസ് ബാബു, അബ്ബാസ് ചേലാട്ട്, കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി, K മുഹമ്മദ് ഷാഫി ഹാജി എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ് തിരൂർ. ഉണ്ണിയാലിലും ചുങ്കത്തും NH-A1ന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിലും ചുങ്കത്ത് സർവീസ് റോഡില്ലാത്തതിനും പരിഹാരം കാണുന്നതിന് MLAയുടെ സാന്നിധ്യത്തിൽ യോഗം വിളിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് കേരള നിയമസഭയെ അറിയിച്ചു. നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ചുങ്കം, ഉണ്ണിയാൽ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളത്തിന്റെ കുത്തൊഴുക്കും ചുങ്കത്ത് സർവീസ് റോഡില്ലാത്തതിന്റെ ബുദ്ധിമുട്ടും മൂലം ആദവനാട് പഞ്ചായത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പൊതുമരാമത്ത് വകുപ്പിനെ പല പ്രാവശ്യം അറിയിച്ചിട്ടും കേരള നിയമസഭയിൽ നിരവധി തവണ ഉന്നയിച്ചിട്ടും അനുകൂലമായ നടപടികൾ ഒന്നും ലഭിക്കാത്തതിനാൽ വിഷയം വീണ്ടും നിയമസഭയിൽ കുറുക്കോളി മൊയ്തീൻ MLA ഉന്നയിച്ചപ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. മലപ്പുറം ജില്ലയിലൂടെ കടന്നുപോകുന്ന NH-A1 എൻ്റെ മണ്ഡലത്തിൽ, തിരൂർ മണ്ഡലത്തിലെ ആദവനാട് പഞ്ചായത്തിലെ 2 സ്ഥലങ്ങളിലെ ദുരിതപൂർവമായ സാഹചര്യം ഞാൻ ഈ സഭയിൽ അവതരിപ്പിച്ചതാണ്. വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്ക്, ഉണ്ണിയാൽ, ചുങ്കം എന്ന് പറയുന്ന പ്രദേശമാണ്. ഇന്ന് വരെ അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ചുങ്കത്തെ സർവീസ് റോഡില്ലായ്മ കൊണ്ടുണ്ടാകുന്ന അതും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇതിന് രണ്ടിനും അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കുമോ എന്നാണ് ചോദിക്കുന്നത്. സർ, ബഹുമാനപ്പെട്ട അംഗത്തെ ഇരുത്തിക്കൊണ്ട് അധികാരികളുമായി അത് ചർച്ച ചെയ്യാവുന്നതാണ്. താങ്ക് യു. വെട്ടം ന്യൂസ് തിരൂർ. കൂട്ടായി മംഗലം പാലം അപകടാവസ്ഥയിലായി യാത്ര ഭാഗികമായി നിരോധിച്ചിട്ട് മാസങ്ങളായെങ്കിലും യാതൊരു പരിഹാരമാർഗവും കാണാതെ KT ജലീൽ MLA നിരുത്തരവാദ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാരോപിച്ച് പ്രതിഷേധവുമായി മംഗലം പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടത്തി. ലോക്ക് ഷട്ടർ നിർമ്മാണത്തിന്റെ പേരിലാണ് പാലം അടച്ചിട്ടതെങ്കിലും അതിന്റെ ഭാഗമായി വ്യാപകമായി പുഴയിൽ നിന്നും മണൽ എടുക്കുന്നതുകൊണ്ടാണ് നിലവിലുള്ള പാലത്തിനു ബലക്ഷയം സംഭവിക്കുന്നതെന്നും നേരത്തെ ഷട്ടർ നിർമ്മാണത്തിന്റെ മറവിൽ സൈഡ് മണ്ണ് കട്ട് ചെയ്തത് മൂലം പാലം താഴ്ന്ന നിലയിലാണെന്നും UDF ആരോപിച്ചു. കൂട്ടായി ആശാൻപടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് മംഗലം അങ്ങാടിയിൽ സമാപിച്ചു. തവനൂർ നിയോജകമണ്ഡലം UDF ചെയർമാൻ M അബ്ദുള്ളക്കുട്ടി,
DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി നസറുള്ള, കൺവീനർ സുരേഷ് കൊൽപ്പാക്കര, മംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM പുരുഷോത്തമൻ, സലാം താണിക്കാട്, CMT സീതി, AK സലീം, PV മൊയ്തീൻ കോയ, KP അമീൻ, PP സൈദാലു, PP റാഫി, MGM ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് മംഗലം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.